ഹലോ ഗൈസ്, ഇന്ന് കരിക്കൽ ക്ഷേത്രത്തിലുണ്ടാകാൻ പോയ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത്. എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല. അതിനും മാത്രം ജനങ്ങളാണ് ഇവിടെ അന്നദാനം കഴിക്കാനായിട്ട് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു 3 വർഷത്തിന് ശേഷമാണ് ഞാനിപ്പം ഉണ്ണാൻ വന്നിരിക്കുന്നത്. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ ചേട്ടൻ ഒരു രക്ഷയില്ല. ഇടയ്ക്ക് ഓരോരോ ആൻറ്റിമാരും ചേച്ചിമാരും മക്കളൊക്കെ ഊന്ന് പോകാവുന്ന വഴിക്ക് ഈ ചേട്ടൻ കയറി ബ്ലോക്ക് ചെയ്ത് തടഞ്ഞിട്ട് വൻ കമൻ്റ് ഇടി. എനിക്കാണെങ്കിൽ ഈ ചേട്ടൻ്റെ പിറകിലാണെങ്കിൽ ചിരിയും പറഞ്ഞു. ഇനി എൻ്റെ ചിരി കണ്ടിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഈ ചേട്ടൻ എന്നെ വല്ല പറയുമെന്നായിരുന്നു എൻ്റെ പേടി. ഈ വോയിസ് എന്തുമാത്രം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ചൂട് നേരത്ത് ആ ഒരു ചൂട് ഈ ചേട്ടൻ്റെ കമൻ്റടിയും വഴക്ക് കുറച്ചിലും ഒക്കെ കേട്ടിട്ട് ഈ ചൂടത്ത് ക്യൂ പോയത് എങ്ങനെയാണെന്നുള്ള കാര്യം സത്യം പറയാം ഞാൻ അറിഞ്ഞുകൂടാ. ഇവിടെ കുറച്ച് സീന് നടന്നതെന്ന് വെച്ചാൽ അവർ കമ്മിറ്റിക്കാർ കുറച്ച് ആൾക്കാരെ അങ്ങ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബഹളമാണ് ഇപ്പം സത്യം പറഞ്ഞാൽ അവിടെ ഒരു അടി നടന്നോ. എനിക്കാണെങ്കിൽ ചിരി സഹിക്കാൻ പറ്റണം. ഒട്ടുമില്ല. വേണമെങ്കിൽ ഷോളൊക്കെ പൊത്തിയിട്ടിരുന്ന് ചിരിച്ചിരുന്നു. മിക്കവാറും അടി കിട്ടണ കേസായിരുന്നു. എന്തായാലും നമ്മൾ ക്യൂ ഒക്കെ നിന്നിട്ട് അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഒരു 2000 പേരെങ്കിലും ഇരുന്ന് കഴിക്കാൻ പറ്റിയ അത്യാവശ്യം വലിയൊരു ഹാളും, എന്താ പറയുക, സദ്യ, അടിപൊളി സദ്യ, പായസമൊക്കെ നല്ല ചൂട് സാധനങ്ങളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പോൾ പറയുമ്പോൾ പോലും അമ്മേ അത് ഓർക്കുമ്പോൾ ഞാനും അമ്മയും നല്ല എൻജോയ് ചെയ്ത് സദ്യ കഴിച്ചു. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ അങ്കിളിനെ പറ്റിയിട്ടുള്ള കമൻ്റൊക്കെ പറയുന്നുണ്ടെങ്കിലും നല്ല കോമഡി ആയിരുന്നു. ചൂട് സദ്യയിൽ ആ പരിപ്പൊക്കെ ഒഴിച്ചിട്ട് ഈ പപ്പടമൊക്കെ പൊടിച്ചിട്ട് ആ ശബ്ദമൊക്കെ കേട്ട് ഞാൻ ഓടി അങ്ങ് കഴിക്കുമ്പോഴുണ്ടല്ലോ സ്വർഗം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സമാധാനമായിട്ട് ഫുഡ് കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴും ആ നിന്നത് എങ്ങനെയാണോ അതേപോലെ ക്യൂ പിന്നെയും പോയിട്ടുണ്ട്. നമ്മൾ ഈ ഫുഡ് കഴിച്ചിറങ്ങിയിട്ട് ഈ ക്യൂ നിൽക്കുന്നവരെ നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആശ്വാസം ഉണ്ടല്ലോ. ആഹാ.